അമ്മ പോയാലും ഞങ്ങളൊക്കെ ഉണ്ടോ, അച്ഛനും അമ്മയുമായിട്ടൊക്കെ. കേട്ടോ നിങ്ങള്? മറ്റൊരാള് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന 19 വയസ്സുകാരൻ ചത്തുപോയെന്ന്. വേണ്ട അവനെ, എടാ നിന്നെ ഞാൻ കൊണ്ടുപോകും കേട്ടോ. മോനെ നീ വാടാ, നിങ്ങൾ രണ്ടുപേരും വാ. കൊച്ചേ രക്ഷപ്പെടണ്ടായോ? പെടണം, എല്ലാ പരിപാടി നിർത്തണം. നിർത്തിയാലോ? നിർത്തുവോ? എടാ നീ മാറും ഇന്ന്, നീ മാറും ഇന്ന് കേട്ടോ. മാറാനാ വന്നല്ലയോ? മാറാൻ പോവാ. നീ യേശുവിന് വേണ്ടിയുള്ള കൊച്ചാ. ആ, ഇത് വെള്ളിയോ സ്വർണ്ണോ വല്ലോ ആണോ? അല്ല, ഒരുത്ത പൊട്ടിച്ചോ, തരത്തില് തിരിച്ച്. പെമ്പിളാരും തന്നല്ലോ, അല്ല, ഇടരുതേ. ഈ എന്നെ കാണുന്നവർ നേരത്തെ കമ്മലൊക്കെ ഊരിക്കൊണ്ട് വരും. കാര്യം ആണാന്നേലും പെണ്ണാണെങ്കിലും ഞാൻ കമ്മൽ ഊരിക്കും. പെണ്ണിൻ്റെ അല്ല, ആണിൻ്റെ ഊരിക്കും. ആൺപിള്ളേർ കമ്മലിടുന്നത് കൊണ്ട് എനിക്കും ഇഷ്ടമില്ല. അവൻ നേരത്തെ അതൊക്കെ ഊരി നമ്മുടെ പിള്ളേരതൊക്കെ നോക്കി യൂട്യൂബിൽ നോക്കിയിട്ട് വരും. ഇല്ല, വാമ്പേർന്ന് നെഞ്ചത്തെഴുതി ചേർക്കണുണ്ടല്ലോ, അവൻ ഗ്രഹപ്പഴയ്ക്ക് എല്ലാം ഊരി എന്തോ ഊരാൻ മറന്നുപോയി. ഞാനത് ഊരിച്ച് അവൻ്റെ പോക്കറ്റിൽ ഒരു ലോഡ് സാധനമുണ്ട്, ചെയിന്, വാക്കത്തി, പിന്നെ തലയോട്ടി, എന്തൊക്കെയായിരുന്നു. ഇപ്പം വാമ്പയർ ബൈബിളും കൊണ്ട് നടക്കുക. നീ ആദ്യമാണ് ഇവിടെ വരുന്നത്. ഇങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് ആദ്യമാണോ? ഇങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് ആദ്യമാണോ? പള്ളി, നിങ്ങളേത് പള്ളിയിലാണ് പോകുന്നത്? ഷാരോനിലാണ് പോകുന്നത്. ആ, അമ്മയില്ല അല്ലേ? ഇട്ടിട്ട് പോയി. എത്ര നാളായി ഇട്ടിട്ട് പോയിട്ട്? അമ്മയ്ക്ക് വേണ്ടേ? അമ്മയ്ക്ക് വേണ്ട. അച്ഛൻ നേരത്തെ ഇട്ടിട്ട് പോയി. അച്ഛൻ പോയിട്ട് എത്ര കാലമായി? എനിക്ക് 4 വയസ്സുള്ളപ്പം അച്ഛനും പോയി. എത്ര വയസ്സായി? 19 വയസ്സായപ്പോൾ അമ്മയും പോയി. അമ്മാവൻ നോക്കുക. നിന്റെ അച്ഛൻ അമ്മാവൻ ഉണ്ടോ? നിന്റെ അച്ഛൻ ഇവിടെ ഇല്ല. രക്ഷപ്പെടണ്ടേ? ഈ നിങ്ങൾ എത്ര പിള്ളേരാ? എന്തിയാ അവൻ? ഒന്ന് കരഞ്ഞു പോയില്ലയോ? നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ അവന് വേണ്ടി. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എടാ, അമ്മ പോയാലും ഞങ്ങളൊക്കെ ഉണ്ടോ, അച്ഛനും അമ്മയുമായിട്ടൊക്കെ. ഒന്ന് കൈയടിച്ച് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഹൃദയം എന്താണെന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. വേറെ അവരൊരു പിഞ്ചു കുഞ്ഞ് കരയുന്ന പോലെ എൻ്റെ അടുത്ത് കരയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ അച്ഛൻ്റെ മോൻ ഇതുപോലെ എൻ്റെ മുമ്പിൽ കൂടാ കരയാ. ആ കരച്ചിലായ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നു. അമ്മ നിന്നോട് പറഞ്ഞോ എനിക്ക് നിന്നെ വേണ്ടെന്ന്? പറഞ്ഞു. അത് കേട്ടപ്പോൾ ചങ്ക് തകർന്നു പോയി, ഇല്ലയോ? നീ മരിച്ചെന്ന് പറഞ്ഞു. കേട്ടോ നിങ്ങള്? മറ്റൊരാള് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന 19 വയസ്സുകാരൻ ചത്തുപോയെന്ന്. വേണ്ട അവനെ, എടാ നിന്നെ ഞാൻ കൊണ്ടുപോകും കേട്ടോ. എൻ്റെ കൂടെ നടത്തും, ഞാൻ വളർത്തുവിടാ. ഓ യേശുവേ, ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതന ഉടയവനേ, എന്നെ ഉള്ളതുപോലെ. നീ ശരിക്കും അമ്പലത്തിലൊക്കെയാ പോയിട്ടുള്ളത് അല്ലയോ? ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാ അല്ലേ?
ഒരാൾ നിന്നോട് നിന്റെ കാര്യമൊക്കെ പറഞ്ഞ ആദ്യമായിട്ടാണ്. സത്യം. നമ്മൾ തമ്മിലൊന്നും അറിയത്തുമില്ല. ഇല്ല, അറിയത്തില്ല. നിങ്ങളത് കൈയടിച്ചു രാമയും പറ. ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ ശക്തി ഇവിടെ ഉണ്ട്. നീ എന്നാ പഠിച്ചടാ? ശരി, അവൻ്റെ എല്ലാ ഡ്രസ്സും വാങ്ങിക്കണം, കൊണ്ടുപോകണം നമുക്ക് അവനെ. നിന്നെ പഠിപ്പിച്ച് മിടുക്കനാക്കും. നീ രക്ഷപ്പെടും. നിന്റെ അമ്മ നിന്നെ തേടി തിരക്കി വരും. നിങ്ങളൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാം. ഉപേക്ഷിച്ചവരെല്ലാം നിന്നെ തേടി തിരക്കി. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലുണ്ടാവും.